ഹായ്, നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തത് അവസാനം പെർഫെക്റ്റ് ഫീൽഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫീൽഡ് പെർഫെക്റ്റ് ഫീൽഡാണെന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസും എന്താകണം, സെപ്പറബിൾ ആകണം. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ് എല്ലാം സെപ്പറബിൾ ആകുന്ന ഫീൽഡുകളെയാണ് പെർഫെക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ് എല്ലാം സെപ്പറബിൾ ആകുന്ന ഫീൽഡുകളെ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറയും. ക്യാരക്ടറിസ്റ്റിക് 0 വരുന്ന ഫീൽഡുകളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫൈനൈറ്റ് ഫീൽഡുകളെല്ലാം പെർഫെക്റ്റാണ്. ഓക്കെ, ഫൈനൈറ്റ് ഫീൽഡുകളെല്ലാം പെർഫെക്റ്റാണ്. സോ നമ്മൾ ഈ ഒരു സെഷൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. പ്രിമിറ്റീവ് എലമെൻറ്റ് തിയറം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. സെപ്പറബിൾ എക്സ്റ്റൻഷൻ്റെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഓക്കെ, സോ പ്രിമിറ്റീവ് എലമെൻറ്റ് തിയറം ചുരുക്കി പറഞ്ഞാൽ എ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ. ഒരു ഫീൽഡിൻ്റെ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻസ് എല്ലാം സിമ്പിൾ എക്സ്റ്റൻഷൻ ആയിരിക്കും. ഓക്കെ, ഒരു ഫീൽഡിൻ്റെ ഈ എഫിൻ്റെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ എന്ന് അപ്പോഴാണ് പറയാം, ഇതിലൊരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഈസ് ഈക്വൽ ടു സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൻഡ് ദാറ്റ് എലമെൻറ്റ് ആൽഫയാണ് എലമെൻറ്റ്, സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൻഡ് ആൽഫയാണ്. ഓക്കെ, അങ്ങനെയുള്ള എക്സ്റ്റൻഷൻസിനെയാണ് നമ്മൾ സിമ്പിൾ എക്സ്റ്റൻഷൻ എന്ന് പറയാം. സോ ഒരു ഫീൽഡിൻ്റെ എല്ലാ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻസും സിമ്പിൾ എക്സ്റ്റൻഷൻ ആയിരിക്കും. സോ mathematically speaking, let E be a finite separable extension of a field F. Then there exists alpha in E such that E is equal to simple extension of F and alpha. Such an element alpha is a primitive element. Okay, primitive element എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു തിയറം കേസ് ബൈ കേസ് ആയിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ഫൈനൈറ്റ് ഫീൽഡിൻ്റെ കേസിലും അതേപോലെ ഇൻഫൈനൈറ്റ് ഫീൽഡിൻ്റെ കേസിലും. ഓക്കെ, സോ ആദ്യം കുറച്ച് ഒബ്സർവേഷൻസ്. ഈ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ എന്ന് അസ്യൂം ചെയ്യുക എഫിൻ്റെ. സോ ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയിരിക്കും, ഫൈനൈറ്റ് സെപ്പറബിളാണ്, സോ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയിരിക്കും. സോ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ n എന്നുള്ള ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യും. ഈസ് ഈക്വൽ ടു സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ n ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആൽഫ ഈസ് ഇയിൽ എക്സിസ്റ്റ് ചെയ്യും. ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. സോ ഫസ്റ്റ് കേസ് 1, സപ്പോസ് എഫ് ഈസ് എ ഫൈനൈറ്റ് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ അതിലെ നോൺ സീറോ എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ ആ ഫീൽഡിലെ മൾട്ടിപ്ലിക്കേഷനിൽ എന്തായിരിക്കും, സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അതും നമ്മൾ പ്രൂവ് ചെയ്തതാണ്, ഓൾറെഡി പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. സോ ദർ വിൽ ബി എ ജനറേറ്റർ ഫോർ ദിസ് സൈക്ലിക് ഗ്രൂപ്പ്. ഓക്കെ, ആൽഫയാണ് ജനറേറ്റർ എങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ഈസ് ഈക്വൽ ടു സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൻഡ് ആൽഫ. സോ ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ഈ സിമ്പിളാണ് കിട്ടും. ലെറ്റ് ആൽഫ ബി എ ജനറേറ്റർ ഓഫ് ദി സൈക്ലിക് ഗ്രൂപ്പ് ഇ സ്റ്റാർ വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് ഓഫ് ഇ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ദെൻ ഇ ഈസ് ഈക്വൽ ടു സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ആൽഫ. സോ ഇ ഈസ് സിമ്പിൾ. സോ കേസ് 2 assume that f is infinite. നമ്മൾ സപ്പോസ് E is equal to സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ബീറ്റ ആൻഡ് ഗാമ ആണെങ്കിൽ നമുക്ക് അതൊരു സിമ്പിൾ എക്സ്റ്റൻഷനാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം 2 നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ കേസിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ. സോ നമ്മൾ ഈ ഒരു കേസിൽ ഈസ് ഈക്വൽ ടു സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ബീറ്റ ആൻഡ് ഗാമ ആണെങ്കിൽ ഈ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാവുന്നതാണ്. സോ
ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് ജനറലൈസും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് മാത്രമാണ് പ്രൂവ് ചെയ്യുന്നത്, ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് ജനറലൈസ് ചെയ്യാമെന്ന് സ്റ്റേറ്റ്. സോ നമ്മൾ ബീറ്റനെ കൺസിഡർ ചെയ്യാം, ഈനെ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ബീറ്റ. സോ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓർ എഫ് അതിനെന്തായിരിക്കും? ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ആയിരിക്കും അല്ലേ? കാരണം മൾട്ടിപ്ലിസിറ്റി എന്താകണം? ഈക്വലായിട്ട് വരണം. സോ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന കേസിൽ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ആകും എന്നുള്ളത്. അതാ irreducible polynomial of polynomial f in the domain of polynomials over f, field f is separable over f if f has all zeros multiplicity 1. അതിന് മുന്നേ എഴുതിയിട്ടുണ്ട് alpha is separable over f if and only if irreducible polynomial of alpha over f has all zeros of multiplicity 1. അതേപോലെ ഈക്വലായിട്ട് വരുന്ന കേസിൽ, സെപ്പറബിൾ ആവുന്ന കേസിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആവും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കേസിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓർ എഫ് അതിൻ്റെ സീറോസ് എന്തായിരിക്കും? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. സോ നമ്മൾ ആ ഡിസ്റ്റിങ്ക്റ്റ് സീറോസിനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബീറ്റ 1 ആയിട്ട് ബീറ്റ n തന്നെ എടുത്തു, ബീറ്റ 2, ബീറ്റ 3 എക്സെട്ര ബീറ്റ n ഓർ ആൻഡ് ലെറ്റ് ഇതാണ് ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്. ഡിഗ്രി n ആയിരിക്കും, അപ്പോൾ n ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ടാകും. അതേപോലെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഗാമ ഓർ എഫ് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്, ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്. അപ്പോൾ ഞാൻ ഗാമ ആയിട്ട് ഗാമ 1 എടുത്തു, ബാക്കിയുള്ള റൂട്ട്സിനെ ലിസ്റ്റ് ചെയ്തു. ഈ പോളിനോമിയൽ ഡിഗ്രി m ആണെങ്കിൽ അതിന് m നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ടാകും. ഗാമ is equal to ഗാമ 1, ഗാമ 2 എക്സെട്ര ഗാമ m ഇൻ ദി അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ്. ഈ സെപ്പറബിൾ ആണ്. സോ എല്ലാ റൂട്ട്സിൻ്റെയും മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. സോ എഫ് എന്താണ്? ഇൻഫൈനൈറ്റ് ഫീൽഡാണ്. സോ ഞാൻ ഈ ഒരു റേഷ്യോ നമ്മളുടെ ഫീൽഡിൽ കൺസിഡർ ചെയ്യാം. ബീറ്റ ഐ മൈനസ് ബീറ്റ ഡിവൈഡ് ബൈ ഗാമ മൈനസ് ഗാമ ജെ. ഐയും ജെയും എന്തല്ല? നോട്ട് ഈക്വൽ ടു 1 ആണ്. ഐയും ജെയും 1 അല്ല. സോ ന്യൂമറേറ്ററിലും എന്ത് വരില്ല? ബീറ്റ ഐസൊക്കെ ബീറ്റ ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആണ്, കാരണം ബീറ്റ 1 മാത്രമാണ് ബീറ്റയ്ക്ക് ഈക്വൽ ആയിട്ട് വരിക. അതേപോലെ ഗാമ ജെ കൺസിഡർ ചെയ്യുമ്പോൾ ഗാമ 1 മാത്രമാണ് ഗാമയ്ക്ക് ഈക്വൽ ആയിട്ട് വരിക. സോ ഐയും ജെയും നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതൊരു നോൺ സീറോ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അത് ബീറ്റ ഐക്കും ഗാമ ജെക്കും n-1 ബീറ്റ ജെ ഐക്ക് n-1 ചോയ്സും ഗാമ ജെക്ക് m-1 ചോയ്സും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു റേഷ്യോ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് റേഷ്യോസ് എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാകുള്ളൂ. സോ എഫ് ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഈ റേഷ്യോക്ക് ഈക്വൽ അല്ലാത്ത ഒരു എലമെൻറ്റിനെ നമുക്ക് എഫ് എന്ന് ചൂസ് ചെയ്യാൻ പറ്റും. സോ ദർ എക്സിസ്റ്റ് എ ഇൻ എഫ് സച്ച് ദാറ്റ് എ നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ മൈനസ് ബീറ്റ ഡിവൈഡ് ബൈ ഗാമ മൈനസ് ഗാമ ജെ ഫോർ ഓൾ ഐ കോമ ജെ ആൻഡ് ജെ വിത്ത് ജെ നോട്ട് ഈക്വൽ ടു ഐ. ബീറ്റ ഐ വേണമെങ്കിൽ 1 ആകാം, ജെ നോട്ട് ഈക്വൽ ടു 1. ഇത് വെൽ ഡിഫൈൻഡ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഗാമ ജെ ഈക്വൽ ടു 1 ആകുമ്പോൾ ഡിനോമിനേറ്റർ 0, അത് വെൽ ഡിഫൈൻഡ് ആവില്ല. ഓക്കെ, സോ അവിടെ നിന്ന് എന്താ പറയാം? എ ഇൻറ്റു ഗാമ മൈനസ്, ഇതിന് ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ എ ഇൻറ്റു ഗാമ മൈനസ് ഗാമ ജെ നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ മൈനസ് ബീറ്റ ഫോർ ഓൾ ഐ ആൻഡ് ജെ വിത്ത് ജെ നോട്ട് ഈക്വൽ ടു 1. സോ ഞാൻ ആൽഫ ആയിട്ട് എന്തിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്? ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് എ ഗാമ, ബീറ്റ പ്ലസ് എ ഗാമ. ഓക്കെ, അതെന്തിന് ഈക്വൽ ആവില്ല? അപ്പോൾ ഇവിടെ നിന്ന് മാറ്റി എഴുതിയാൽ, ഈ ഒരു ഇക്വേഷനെ മാറ്റി എഴുതിയാൽ എ ഗാമ പ്ലസ് ബീറ്റ നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ പ്ലസ് എ ഗാമ ജെ ഈക്വൽ ആവില്ല. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ. സോ ആൽഫ ആയിട്ട് ബീറ്റ പ്ലസ് എ ഗാമ എടുത്തു, വിച്ച് വിൽ ബി നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ
plus a gamma j, j not equal to 1. That is alpha minus a gamma j. Alpha minus a gamma j എന്തിന് ഈക്വൽ ആവില്ല? നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ ഫോർ ഓൾ ഐ കോമ ജെ വിത്ത് ജെ നോട്ട് ഈക്വൽ ടു 1. സോ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുള്ള ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓർ എഫ്, ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ബീറ്റ ഓർ എഫ്, അതിനെ ഞാൻ എഫ് ഓഫ് എക്സ് ആയിട്ട് വിളിക്കുന്നുണ്ട്. സോ എച്ച് ഓഫ് എക്സ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് ആൽഫ മൈനസ് എ എക്സ്, എഫ് ഓഫ് ആൽഫ മൈനസ് എ എക്സ്. ഓക്കെ, അതായത് എക്സ് വരുന്നിടത്തൊക്കെ ആൽഫ മൈനസ് എ എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അതായത് മൈനസ് എ എക്സ് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, ആൽഫ വെച്ചിട്ട് എ എക്സ് വെച്ചിട്ട് മൈനസ് എ എക്സ് വെച്ചിട്ട് ഡയലേറ്റ് ചെയ്തു, ആൽഫ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, സോ ദെൻ എച്ച് ഓഫ് ഗാമ, എച്ച് ഓഫ് ഗാമ എന്തായിരിക്കും? എഫ് ഓഫ് ആൽഫ മൈനസ് എ ഗാമ. എഫ് ഓഫ് ആൽഫ മൈനസ് എ ഗാമ എന്തിന് ഈക്വൽ ആയിരിക്കും? ബീറ്റക്ക് ഈക്വൽ, എഫ് ഓഫ് ബീറ്റക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് ബീറ്റക്ക് ഈക്വൽ ആയിരിക്കും. സോ എഫ് ഓഫ് ബീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഹൗഎവർ എച്ച് ഓഫ് ഗാമ ജെ എന്താവില്ല? ആൽഫ മൈനസ് എ ഗാമ എന്തിന് ഈക്വൽ ആയിരിക്കും? ബീറ്റക്ക് ഈക്വൽ ആയിരിക്കും. അതായത് എഫ് ഓഫ് ബീറ്റൻ്റെ ഇറെഡ്യൂസിബിൾ പോളിനോമിയലാണ് എഫ്, സോ 0 ആയിരിക്കും. സോ ബാക്കിയുള്ള ഇതിൽ അതായത് ഗാമ ജെ, എച്ച് ഓഫ് ഗാമ ജെ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ഗാമ ജെ എന്ന് പറഞ്ഞാൽ ആൽഫ മൈനസ് എ ഗാമ ജെ, വിച്ച് വിൽ ബി നോട്ട് ഈക്വൽ ടു 0. കാരണം എഫ് ഓഫ് ഗാമ ജെ എന്തിന് ഈക്വൽ അല്ല? ബീറ്റ ഐക്ക് ഈക്വൽ അല്ല ഫോർ ജെ നോട്ട് ഈക്വൽ ടു 1. ജെ ഈക്വൽ ടു 1 ആകുമ്പോൾ ബീറ്റ ഐകൾക്ക് ഈക്വൽ അല്ല, ജെ ഈക്വൽ ടു 1 ആകുമ്പോൾ ബീറ്റക്ക് ഈക്വൽ ആയിരിക്കും. സോ ഈ ആൽഫ മൈനസ് എ ഗാമ ജെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊന്നും ഈ എഫ് എന്നുള്ള പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആവില്ല. പക്ഷേ ബീറ്റ എന്താകും? അതല്ലെങ്കിൽ ഗാമ എന്താകും? ഇതിൻ്റെ റൂട്ടും ആകും, എച്ചിൻ്റെ റൂട്ടും ആകും. ഓക്കെ, സോ therefore h of x and g of x which is equal to irreducible polynomial of gamma or f have a common factor f alpha, have a common factor in the domain of polynomials over simple extension f and alpha, namely irreducible polynomial of gamma over the field simple extension of field f and element alpha, which must be linear. Okay, so linear factor ഉണ്ടാവും. So since gamma is only common 0 of g of x and h of x, gamma will be in simple extension of f and alpha. So gamma, that is gamma അവിടെ ഉണ്ട്. ഇപ്പോൾ എ ഗാമ അവിടെ ഉണ്ടാകും, ആൽഫ അവിടെ ഉണ്ട്. സോ ആൽഫ മൈനസ് എ ഗാമ അവിടെ ഉണ്ടാകും ഈ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിൽ, സിമ്പിൾ എക്സ്റ്റൻഷൻ എഫ് ആൻഡ് ബീറ്റയിൽ ഉണ്ടാകും. സോ ആൽഫ മൈനസ് എ ഗാമ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ബീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ദസ് ആൽഫയും ഗാമയും എവിടെ ഉണ്ട്? സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ആൽഫയിലുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് f and alpha will be equal to smallest field containing f, beta and gamma ആണെന്ന് പറയാം. ഓക്കെ, that is equal to simple extension of f and alpha. സോ ഈ ഒരു എഫ് ഇൻഫൈനൈറ്റ് ആയിട്ട് വരുന്ന കേസിലും ഈ എന്താണ്? സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ്. സോ അവർ പ്രൂഫ് ഈസ് കംപ്ലീറ്റ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കൊറോളറി, എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0 ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ. ഫൈനൈറ്റ് ക്യാരക്ടറിസ്റ്റിക് 0 വരുന്ന ഫീൽഡുകളുടെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ് എല്ലാം എന്താണ്? സിമ്പിൾ എക്സ്റ്റൻഷനാണ്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് എവറി ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 0 ഈസ് പെർഫെക്റ്റ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ വിച്ച് ആർ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ് എല്ലാം എന്തായിരിക്കും? സെപ്പറബിൾ ആയിരിക്കും. സോ ബൈ അബവ് തിയറം നമുക്ക് എന്ത് പറയാം? ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ് എല്ലാം സിമ്പിൾ എക്സ്റ്റൻഷൻസ് ആയിരിക്കും. സോ എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എ field of characteristic 0 is sim. തൊട്ട് മുന്നത്തെ രണ്ട് തിയറം ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്തതാണ്. സോ ഒരു പ്രോബ്ലം ഇതും കൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. പ്രൂവ് ദാറ്റ് ഈസ് an algebraic extension of a perfect field f, then E is separable.
പെർഫെക്റ്റ് ഫീൽഡുകളുടെ ആൾജിബ്രിക് എക്സ്റ്റൻഷൻസ് എന്താണ്? സെപ്പറബിൾ ആണ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ആൾജിബ്രിക് എക്സ്റ്റൻഷനാണ് എഫ് എന്നുള്ള പെർഫെക്റ്റ് ഫീൽഡിൻ്റെ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആൾജിബ്രിക് എക്സ്റ്റൻഷൻസ് എല്ലാം എന്തായിരിക്കും? ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയിരിക്കും. we have every algebraic extension of a finite extension. Extension is finite extension. Okay, algebraic extensions എല്ലാം finite ആയിരിക്കും. So therefore is a finite extension of a perfect field F. So is separable. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അത് കറക്റ്റല്ല. കാരണം പെർഫെക്റ്റ് ഫീൽഡുകളുടെ ആൾജിബ്രിക് എക്സ്റ്റൻഷൻ എന്താകണമെന്നില്ല, ഫൈനൈറ്റ് ആകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫീൽഡ് ഓഫ് റാഷണൽസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൾജിബ്രിക് നമ്പേഴ്സിൻ്റെ എക്സ്റ്റൻഷൻ എന്താണ്? ആൾജിബ്രിക് എക്സ്റ്റൻഷനാണ്. പക്ഷേ ഈ ഒരു എക്സ്റ്റൻഷൻ എന്തല്ല? ഫൈനൈറ്റ് അല്ല. ഫീൽഡ് ഓഫ് റാഷണൽസ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾ വേറെ രീതി ചെയ്യുക. അതായത് ഇങ്ങനെ ചെയ്താൽ മതി. ഒരു ഹിൻഡ് തരാം. ഈലുള്ള എല്ലാ എലമെൻസും ഓവർ എഫ് എന്താണെന്ന് പറഞ്ഞാൽ മതി. സെപ്പറബിൾ ആണെന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് സെപ്പറബിൾ ആണെന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതല്ല പ്രൂഫ്, ഇത് തെറ്റാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു മൊഡ്യൂൾ ഗാൽവ തിയറി എന്നുള്ള സെഷനാണ് എടുക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോസ് മുതൽ ചെയ്യാം.